2004 ക്ലീവ്ലാൻഡ്. അവിടെയാണ് ഈ കഥയുടെ ആരംഭം. നമ്മൾ ആരും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ലൈഫ് നയിക്കുന്ന 14കാരി. അതാണ് ഈഡി. തൻ്റെ 14-ാം വയസ്സിൽ സ്വന്തം അച്ഛനും അമ്മേനെയും ബാറിൽ പോയിട്ട് പിക്ക് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അവളുടെ അമ്മ ഒരു ഡ്രഗ് അഡിക്റ്റാണ്, അച്ഛൻ നല്ല 1-ാം നമ്പർ കള്ളനും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതം ഇല്ലാണ്ടായ ഒരു പെൺകുട്ടി. അങ്ങനെ കുടിച്ച് ലക്ക് കേട്ട അമ്മേനെയും കൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. കൂടെ അച്ഛനും ഉണ്ട്. അയാളാണെങ്കിൽ ഇന്നേ വരെ ഈഡിയെ നോക്കിയിട്ടില്ല, സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല. എന്നാൽ പഠിപ്പിച്ചു ഒരൊറ്റ കാര്യം മാത്രം, ഡ്രൈവിംഗ്. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകുമ്പോഴാണ് അവരുടെ പിന്നാലെ പോലീസ് വരുന്നത്. വണ്ടി ഓടിക്കുന്നത് 14 വയസ്സുള്ള പെൺകുട്ടിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഈഡി ആകെ ടെൻഷനാവുന്നു. എന്നാൽ അച്ഛൻ അമ്മ അവർ ടെൻഷനാവുന്നത് മറ്റൊരു കാര്യത്തിനാ. ടൺ കണക്കിന് കൊക്കൈന ചീക്കോ എന്ന് പറയുന്ന വലിയൊരു ക്രിമിനലിൻ്റെ അടുത്തുനിന്ന് അമ്മ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഈ കാറിനകത്തുണ്ട്. അതെങ്ങാനും പോലീസുകാർ കണ്ടെത്തിയാൽ അമ്മയുടെ ജീവിതം പോവും. സോ അച്ഛൻ ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഈഡി ടെൻഷനാവില്ലേ, ഞാൻ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയില്ലേ, ജസ്റ്റ് പഞ്ചിറ്റ്. പിന്നെ ഈഡി ഒന്നും നോക്കിയില്ല, ആ കാറങ്ങെടുക്കുന്നു. അങ്ങനെ 14 വർഷങ്ങൾക്ക് ശേഷം അതേ ക്ലീവ്ലാൻഡ്. എന്നാൽ ഈഡി ഒരുപാട് മാറി. ഇത്രയും വർഷക്കാലം തൻ്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത ഡ്രൈവിംഗ് കൊണ്ടാണ് അവൾ ജീവിച്ചത്. ഡ്രൈവിംഗ് കൊണ്ട് ജീവിക്കാന്ന് പറയുമ്പോൾ ടാക്സി ഓടിച്ചിട്ടല്ല, ഒരു ഗെറ്റ് അവേ ഡ്രൈവറായിട്ടാണ്. അതായത് മോഷണം ചെയ്യുന്ന കള്ളന്മാരെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു മാരക ഡ്രൈവർ. ഒരു ഗെറ്റവേ ഡ്രൈവർ മാത്രമായിരുന്നില്ല ഈഡി, ഒരാളെ കൊല്ലാൻ പോലും അവൾക്ക് മടിയുണ്ടായിരുന്നില്ല. അത്രയും വലിയ മാരക ക്രിമിനലായിട്ട് മാറി. പക്ഷെ താനെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നുവെന്ന് ഈഡി പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സോ അവളുടെ പഴയ ലൈഫ്, ഈഡി എന്ന ഗെറ്റവേ ഡ്രൈവറിൻ്റെ അധ്യായം അവൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ബാങ്കിൽ ജോലിക്ക് കയറി. ഇതാണ് അവളുടെ ഫ്രണ്ട് ജാക്കി. ഇന്ന് ഈ ജാക്കിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അടിച്ച് പൊളിക്കുകയാണ് രണ്ടും കൂടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്കി ഒരു കാര്യം പറയുന്നത്, എന്തായി ആ പന്ന ജോണിനെ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. എടോ 7.5 മാസമായി, അതൊക്കെ ഞാൻ വിട്ടു, ഞങ്ങൾ ബ്രേക്കപ്പായി. അങ്ങനെ ഈ സമയത്താണ് ഡഗ് എന്ന് പറയുന്നൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഈടിയുടെ മേളിലൊരു കണ്ണുണ്ട്. സോ വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുക്കുകയാണ്. അത് മാത്രമല്ല അങ്ങേരുടെ കാറ് വിൽക്കാനിട്ടിരിക്കുകയാണ്. ആ കാറ് കാണുമ്പോൾ ഈടിക്കൊരു മോഹം അത് വാങ്ങാനായിട്ട്. എന്നാൽ തൻ്റെ കയ്യിലുള്ള കാറിൻ്റെ മര്യാദക്ക് സ്റ്റാർട്ടാവുന്നില്ല. അതൊന്ന് റെഡിയാക്കാൻ പോലും അവളുടെ കയ്യിൽ 5ൻ്റെ കാശില്ല. വരച്ച വരയിലൂടെയാണോ? അല്ല. വരച്ച വരയുടെ മേളിൽ കൂടെയാണോ? അതുമല്ല. അവളുടെ ലൈഫ് പോകുന്നത് താഴേക്കൂടെയാണ്, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പഴയതുപോലെയല്ല, ഒരു സമാധാനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈഡി ജോലിക്കായിട്ട് ബാങ്കിലോട്ട് പോകുന്നത്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുറച്ച് കള്ളന്മാരകത്ത് കയറുന്നത്. ഗണ്ണുകൊടുത്ത് പടപടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പേടിച്ചുറച്ച് നിൽക്കുന്നു. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് അവളേനെ തന്നെയാണ് ഓർമ്മ വരുന്നത്.